ഡോക്ടർ എക്സ്പേഷ്യനെ വിളിക്കട്ടെ? ആ വിളിച്ചു. ഡോക്ടർ 2 ദിവസമായിട്ട് നല്ല പനിയും തൊണ്ടവേദനയുണ്ട്. നല്ല ക്ഷീണം കപ്പലുണ്ടോ? ആ ഉണ്ട് ഡോക്ടർ. ഓക്കെ, നല്ല മൂക്കൽപ്പുണ്ടോ? ആ ഉണ്ട്. ഇവിടെ നല്ല വേദന ഉണ്ടോ? ആ ഉണ്ട് ഡോക്ടർ. നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ല വേദന ഉണ്ടോ? ആ ഉണ്ട്. നന്നായിട്ട് ശ്വാസം ടെമ്പറേച്ചർ പറയാൻ വേണ്ടിയിട്ട് പാരസിറ്റമോൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാനിബിയുടെ എഴുതിയിട്ടുണ്ട്. സൈനസൈറ്റിസാണ്. ആവി പിടിക്കുക, നല്ല വെള്ളം കുടിക്കുക, അങ്ങനെ റെസ്റ്റ് എടുക്കാം. അങ്ങനെ മേടിക്കാനൊന്നുമില്ല. സോറി ഡോക്ടർ, നമ്മൾ അറിയാതെ ചെയ്തത്. ഡോക്ടർ അടുത്താണ് വെയിറ്റ് ചെയ്യുന്നത്, വിളിക്കട്ടെ? ആ വരാൻ പറയും. ഡോക്ടറെ കുറച്ച് ദിവസമായിട്ട് കൈമലും ഈ ഭാഗത്തൊക്കെ വേണേൽ ചൊറിച്ചിലാണ്. എത്ര ദിവസം? ഒരു 2-3 ദിവസമായി. അപ്പോൾ ഈ ചൊറിഞ്ഞൊക്കെ പൊട്ടുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. മോൻ ഡെയിലി വൈകുന്നേരം ഇങ്ങനെ ചളിയിലൊക്കെ കളിച്ചിട്ട് വരാറുള്ളൂ. രാത്രിക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ട്, ഉറങ്ങാനൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നമാണ് ഡോക്ടറെ ചൊറിച്ചിട്ടുള്ളത്. ആ കൈ കാണിച്ചു. ശ്വാസം വിടുമോ? ഇല്ല. എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ പോലെ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതൊന്നുമില്ല. ഒന്നുമില്ല, ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ. അതെ. ഓക്കെ, എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും പുറത്തുനിന്ന് അങ്ങനെ കഴിച്ചില്ല, വീട്ടിൽ നിന്ന്. ഓയിലിൻ്റെ എഴുതിയിട്ടുണ്ട്. അത് ഡെയിലി ഒരു 3 പ്രാവശ്യം അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു ആൻറ്റിബോഡി ചെയ്തിട്ടുണ്ട്, അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ കഴിക്കാം. പിന്നെ വെള്ളം കുടിക്കുക. അധികം ഒന്നും ശരീരമൊന്നും കഴിക്കാൻ പോകാറില്ല. കുറച്ച് നടത്തി കുറയുന്നതായിരിക്കും. ഇതൊരു വീതം 3 നേരം കഴിക്കാം. രാവിലെ ഓരോ കഴിച്ച് കഴിക്കാം. ഈ ഓയിൻമെന്റ് രാത്രി കിടക്കുന്നതിന് മുന്നേ കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇത് 3 നേരം ഓരോന്ന് വെച്ച് ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. ഡോക്ടറെ ചൊറിച്ചിൽ കുറവുണ്ട്, പക്ഷേ 2-3 ദിവസമായിട്ട് ഭയങ്കര വയറുവേദനയും ഛർദിയൊക്കെയാണ്. നല്ല ക്ഷീണമുണ്ടോ? ആ, ക്ഷീണം. വേറെ എന്താ കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, പുറത്തൊന്നും കഴിച്ചില്ല, വീട്ടിൽ നിന്ന് കഴിച്ചു. ഇതിനു മുന്നേ മെഡിസിൻ അലർജി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ.
സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് മരുന്ന് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. നിങ്ങളെന്താ പറയുന്നത് മരുന്നൊക്കെ മാറിപ്പോയോ? അല്ല അങ്ങനല്ല, ചെറിയൊരു ഡോസ് കൂടിപ്പോയില്ലേ ഉള്ളൂ. അതിൻ്റെ സിംറ്റംസാണ് കാണിച്ചത്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളെന്താ പറയുന്നത്? അവന് ജീവന് വരെ സംഭവിച്ചത്? നിങ്ങൾ ഡോക്ടറാണ്. അവസാനത്തെ രോഗിയെയും നോക്കി വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു ഡോക്ടർ. ദിവസം മുഴുവൻ രോഗികളെ കണ്ടതിൻ്റെ ക്ഷീണം മനസ്സിലും ശരീരത്തിലും തെളിഞ്ഞിരുന്നു. അപ്പോഴാണ് നിർഭാഗ്യവശാൽ ഡോക്ടറുടെ കണ്ണട പൊട്ടിയത്. വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയിലും ഇനി ഒരാൾ മാത്രം ബാക്കി എന്ന ചിന്തയിൽ അവർ പരിശോധന തുടർന്നു. പക്ഷേ കാണാനായില്ലെന്ന കാരണത്താൽ കുറിപ്പടിയിലെ മരുന്നുകൾ അബദ്ധവശാൽ മാറിപ്പോയി. ദിവസങ്ങൾക്കിപ്പുറം പാർശ്വഫലങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗി വീണ്ടും ആശുപത്രിയിലെത്തുന്നു. രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഡോക്ടർ ഒരു നിമിഷം നിശബ്ദനാകുന്നു. പിന്നെ ധൈര്യത്തോടെ തൻ്റെ തെറ്റേറ്റു പറയുന്നു. ഒരു നിമിഷത്തെ അവഗണന, ഒരു ചെറിയ അബദ്ധം ഒരാളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഡോക്ടർ എന്നത് തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യനല്ല, പക്ഷേ തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് അത് സമ്മതിക്കാൻ ധൈര്യമുള്ള മനുഷ്യനാണ്. സുരക്ഷിത ചികിത്സയ്ക്ക് കഴിവ് മാത്രം പോരാ, ജാഗ്രതയും സത്യസന്ധതയും ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ തീരുമാനവും ഒരാളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തിരക്കിനിടയിലും ജാഗ്രത കൈവിടാതിരിക്കുക.